അപ്പോൾ ഇന്നലെ നമ്മൾ പഠിച്ച പാഠഭാഗങ്ങൾ എല്ലാവരും പഠിച്ചുകൊണ്ട് വന്നിട്ടുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ നമുക്കതെല്ലാം ഒന്നുകൂടി ഒന്ന് വായിച്ച് നോക്കാം. ഒരൊറ്റ ദിവസവും സ്കൂളിൽ നേരത്തെ വരത്തില്ല, എന്നും താമസിച്ച് തോന്നുന്ന പോലെ ക്ലാസ്സിൽ വരിക, തോന്നുന്ന പോലെ കാര്യങ്ങൾ ചെയ്യുക. ക്ലാസ്സിൽ വന്നാലോ ഫുൾ ടൈം ഉറക്കം, ഇത് തന്നെ പരിപാടി. നീ എന്നാൽ വീട്ടിലെ ജോലികളൊക്കെ ചെയ്യുന്നത്, കൈ കൊണ്ട് നീട്ടിക്കേ. ഇനി മേലെ ഇത് ആവർത്തിക്കരുത്, പോയിരിക്കോട്ടെ. അപ്പോൾ നമുക്ക് നമ്മുടെ ബാക്കി പാഠഭാഗങ്ങളിലേക്ക് കിടക്കാം. ആമി ഉറക്കം തുടങ്ങിയല്ലോ. ആമി ഉറക്കാനായിട്ടാണ് നമ്മളെ ക്ലാസ്സിൽ വരുന്നത്. ക്ലാസ്സിൽ വന്ന് അപ്പം തുടങ്ങും ഉറക്കം. മോക്കെന്താ പറ്റിയത്? നീ വന്നേ ചോദിക്കട്ടെ. മോളെന്താ ക്ലാസ്സിൽ നിന്ന് ഉറങ്ങുന്നത്? വീട്ടിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ? പറ, നമുക്ക് പരിഹരിക്കാം. ഇല്ല സാറേ, ഒന്നുമില്ല സാറേ. സാറേ, ഇതിവിടെ ബാഗിൽ നിന്ന് കിട്ടിയ പൊതിയാ. പൊതിയോ? നോക്കട്ടെ, എന്ത് പൊതിയാന്ന്? ആമി ഇങ്ങി വന്നേ. ആമി മോളെ, മോക്ക് എവിടുന്ന ഈ പൊതി? മോക്കിതാരാ തന്നത്? ഒരു മാമൻ തന്നെയാ. മേലിൽ ഇത് വാങ്ങിക്കുകയോ നമുക്ക് ആ മാമനെ ശരിയാക്കാം. അമ്മാവൻ നാളെ വരുമ്പോൾ അത് സാറ് ചെയ്തോളാം കേട്ടോ. അമ്മാവനെ നമുക്ക് കൈകാര്യം ചെയ്യാം. ഇനി മോള് ഇതുപോലുള്ള സാധനങ്ങൾ ആര് തന്നാലും മേടിക്കുകയോ വാങ്ങിക്കുകയോ ചെയ്യരുത്. അങ്ങനെ ഉണ്ടെങ്കിൽ ഞങ്ങളോടോ അച്ഛനോടോ അമ്മയുടെ വിവരം പറയണം. മനസ്സിലായോ? ഉറപ്പ്? ഇനി ഇത് ഇങ്ങനെയുള്ള സാധനങ്ങൾ മേടിച്ച് കയ്യിൽ വെക്കുമോ? ഇല്ല, വാക്ക്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ ആമിയുടെ ബാഗിൽ നിന്നും ഒരു പൊതി കിട്ടി അല്ലേ? അതെന്താണെന്നറിയോ നിങ്ങൾക്കാർക്കെങ്കിലും? നിങ്ങളുടെയൊക്കെ ഭാഗ്യം കൊണ്ടാണ് നമ്മുടെ കയ്യിലത് കിട്ടിയത്. അത് കൂടിയ അളവിൽ ഉപയോഗിക്കുന്ന മയക്കുമരുന്നായിരുന്നു. അപ്പോൾ അപരിചിതരായ ആൾക്കാരുടെ കയ്യിൽ നിന്നും ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും നിങ്ങൾ മേടിച്ച് വെക്കരുത്. മയക്കുമരുന്നും കഞ്ചാവും ഒക്കെ നമ്മുടെ പരിസരത്തൊക്കെ സുലഭമായിട്ട് വിപണനം ചെയ്യാൻ ധാരാളം ആൾക്കാരുണ്ട്. അപ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. അറിയാത്തതും അറിയാവുന്നതുമായ ആൾക്കാർ എന്ത് തന്നാലും നമുക്ക് പരിചയമില്ലാത്ത ആളുകളിൽ നിന്നും ഒരു സാധനം പോലും നിങ്ങൾ മേടിക്കരുത്. ചിലപ്പോൾ മയക്കുമരുന്നൊക്കെ ആയിരിക്കാം. ചെറിയ അളവിൽ പോലും ഉള്ളിൽ ചെന്നാൽ മാരകമായ ഭവിഷ്യത്തുകൾ നിങ്ങൾക്കുണ്ടാകാം. പിന്നെ നിങ്ങളത് അന്വേഷിച്ച് പോകും. അപ്പോൾ ഇനി ആരും അങ്ങനെയുള്ള പരിപാടികളൊന്നും ചെയ്യരുത്. മനസ്സിലായോ? അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അച്ഛനെയോ അമ്മയോ അല്ലെങ്കിൽ അധ്യാപകരായ ഞങ്ങളെയോ അറിയിക്കുക. ഓക്കെ, അതാണ് വേണ്ടത്. അതല്ലാതെ വഴിയിൽ കാണുന്ന ആളുകൾ മുട്ടായിയൊക്കെ തരും, അതൊന്നും മേടിച്ച് തിന്നരുത്. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ ലഹരിക്കെതിരായിട്ട് നമുക്ക് ഒരുമിച്ച് ഒത്തുചേർന്ന് പോരാടാം. നിങ്ങളെല്ലാവരും തയ്യാറല്ലേ? അപ്പോൾ ലഹരിക്കെതിരായിട്ട് നമുക്കൊരുമിച്ച് ഒത്തൊരുമിച്ച് ഒറ്റ ശക്തിയായിട്ട് മുന്നേറാം. മറ്റ് ലഹരി വസ്തുക്കളുടെ ഉപയോഗവും ഈ സമൂഹത്തിൽ നിന്നും തുടച്ചു നീക്കുമെന്നും ഞങ്ങൾ മേലിൽ ലഹരി വസ്തുക്കളൊന്നുമേ ഉപയോഗിക്കുകയില്ല എന്നും പ്രതിജ്ഞ ചെയ്യുന്നു. ഈ സമൂഹത്തിന് വേണ്ടി ലഹരിക്കെതിരെ ഞങ്ങൾ ആജീവനാന്ത പോരാട്ടം നടത്തുക തന്നെ ചെയ്യും. പ്രതിജ്ഞ, പ്രതിജ്ഞ, പ്രതിജ്ഞ. സമൂഹത്തെ കാർന്നിടുന്ന ലഹരി എന്ന മഹാവിപത്തിനെതിരെ നമുക്കൊന്നായി ഒറ്റക്കെട്ടായി അണിചേരാം.